എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനശ്വര നടൻ ജയൻ അദ്ദേഹത്തിൻ്റെ മകനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും ആ മകൻ ഒരു വിവാദ നായകനായിട്ട് തന്നെ ഇങ്ങനെ തുടരുകയാണ് എന്ന് തന്നെ പറയാം. നായകനെന്ന് വെച്ചാൽ അദ്ദേഹം സിനിമാ നടനൊന്നും അല്ല, വെറുതെ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും തൻ്റെ അച്ഛൻ്റെ ആളുകളോ മറ്റുള്ളവരാരും അംഗീകരിക്കാത്തതിൽ മനപ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു മകനാണ് ഈ പാവം നമ്മുടെ ജയൻ്റെ മകനെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് കമൻസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജയൻ സാറിൻ്റെ മകൻ മുരളി ജയൻ്റെ വീട് എവിടെയാണ്, എങ്ങനെയാണ്, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, എവിടെയാണ് താമസിക്കുന്നത്, ഒരു ഫാമിലി എങ്ങനെയാണെന്ന് ഒരുപാട് ആളുകൾ കമൻസ് ചെയ്തിട്ട്, അപ്പോൾ അവർക്കൊക്കെ ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ വീട് നിൽക്കുന്നത് ഞാനിപ്പോൾ കൊല്ലം വള്ളിക്കീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 4-5 വർഷം ഇപ്പോൾ വാടകയ്ക്കാണ്. വാടക വീടാണ്, സ്വന്തം വീടല്ല. ഇല്ലല്ലോ, വാടകയ്ക്കാണ്. കൊല്ലം വള്ളിക്കീട് ജംഗ്ഷനിൽ വന്നിട്ട് അടുത്ത് വെച്ചാൽ വീട് കാണിക്കും. ജയൻ സാറിന്റെ മകൻ മുരളി ജയന്റെ വീട് ആരോട് ചോദിച്ചാലും മുരളി ജയന്റെ വീട് അവിടെ വെച്ചാൽ മതി. ചോദിച്ചാൽ മതി. ഇപ്പം ഭയങ്കര, ഇപ്പം എവിടെ ചെന്നാലും ഭയങ്കര ഇതാണ്. എവിടെ ചെന്നാലും എന്നെ അറിയും. അറിയുമ്പോൾ ആരും ഇല്ല. ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര. ജനങ്ങളാണ് നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്നത്, അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഏത് വീഡിയോ എന്റെ ഇട്ടാലും, ഏത് ചാനലിൽ എന്റെ വീഡിയോ ഇട്ടാലും അപ്പോഴേ ജനങ്ങൾ സ്വീകരിക്കും. ഭയങ്കര മറുപടിയാണ്. അതെ, നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വീഡിയോസ് വൈറലായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരുപാട് വൈറൽ കാണുന്നതിന്റെ പുറമെ ഒരുപാട് നല്ല കമന്റ്സ് വരുന്നതിന്റെ പുറമെ നെഗറ്റീവ് കമന്റ്സും കുറെ വരുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട്, അതായത് യുദ്ധം ചെയ്യുമ്പം രണ്ടും വേണം, ശത്രുവും വേണം, യുദ്ധം ചെയ്യുന്ന ആളും വേണം. അതെ അതെ. അപ്പൊ അതുമാര് കുറെ ആൾക്കാർ ഇതിനെതിരെ പിന്നെ അനാവശ്യം പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം അതുപോലെ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. കാര്യം അവര് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഏറ്റവും നമ്പർ 1 വിൽപ്പന പ്രോഡക്റ്റ് ആണ് ജയനും ജയന്റെ മകനും. അപ്പൊ അത് എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങളെ അല്ല പറഞ്ഞ, നിങ്ങള് എനിക്ക് സപ്പോർട്ടാണ്. കാര്യം നിങ്ങളെ പോലുള്ള ആള് നൈസിനങ്ങ് കൊടുത്തു അല്ലേ? നൈസിനങ്ങ് കൊടുത്തു പുള്ളിക്കാരൻ. എൻ്റെ പൊന്നു സഹോദര, യൂട്യൂബ് ചാനലിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ജയനും ജയൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല കേട്ടോ. താങ്കൾ മാത്രമല്ല, അപ്പോഴ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്പോഴ് വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം ഏതാണോ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തെ ഏറ്റവും നല്ല എന്താണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ പ്രേം നസീർ സാറ് എന്ന് കരുതി ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് അത് 1 മണിക്കൂർ കൊണ്ട് മില്യനൊന്നും അറിയണമെന്നൊന്നുമില്ല. ചിലപ്പം അറിഞ്ഞാലായി, ചിലപ്പം അറിഞ്ഞില്ലാതായി. കയ്യാലപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് താങ്കളുടെ കാര്യം പറഞ്ഞാലും. താങ്കളുടെ വീഡിയോ ഇട്ടെന്ന് കരുതിയിട്ടോ, താങ്കളുടെ അച്ഛൻ്റെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ടോ അത് ഭയങ്കര വൈറലൊന്നും ആവണമെന്നൊന്നുമില്ല. ആവാതിരിക്കാം, അത്രയേ ഉള്ളൂ. അത് സാധാരണയായിട്ട് ഭയങ്കര വൈറൽ ആവുന്നതെന്ന് വെച്ചാൽ അപ്പോഴ് നടക്കുന്ന വൈറൽ സംഭവങ്ങൾ എടുത്തിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ അതൊരു പക്ഷേ നല്ല രീതിയിൽ റീച്ചായി വരും, അത്രയേ ഉള്ളൂ. മറ്റത് താങ്കളുടെ വെറും തോന്നലാണ്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിന് പറയാനുള്ള ബാക്കി കാര്യം കൂടെ കേൾക്കാം. കാര്യം നിങ്ങളെ പോലുള്ള ആളുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് പോകുന്നത്. അത് കറക്റ്റ്. പക്ഷേ ഈ എതിര് നിൽക്കുന്ന ആളുകൾ അവരെതിരല്ല, അവര് ജയൻ എന്ന് പറഞ്ഞ സിനിമ നടന്റെ ആരാധകരേ അല്ല. ആരാധകരാണ് എങ്കിൽ എന്നെ സ്വീകരിക്കും. കാര്യം ഞങ്ങളുടെ ജയേട്ടൻ ഇങ്ങനെ ഒരു മകനുണ്ടല്ലോ, തീർച്ചയായിട്ടും അല്ലേ, എന്നാ പിന്നെ നമുക്ക് അവനെ ഉയർത്തണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ടുവരണം. ഇത് അവരെല്ലാം ഗർഭം ധരിക്കാൻ ചിലപ്പം എന്തും ഏത് രീതിയും അല്ല. ഒരു സ്വിമ്മിംഗ് പൂളിലാൻ കണ്ട 10-16 പെൺപിള്ളാരും ഒരു ചെറുക്കന് നിന്ന് കുളിച്ച്. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ പെൺപിള്ളാരെല്ലാം ഗർഭിണിയാകാണ്. അതൊരു വാർത്തയാണ്, സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുപോലെ ഞാൻ തമാശയായിട്ട് പറഞ്ഞോളൂ. ഇങ്ങനൊരു മകൻ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി കറവാക്കാരന്റെ മകനാണ് ജനിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദര, ഇത് വല്ലാത്തൊരു ഉദാഹരണം ആയിപ്പോയി കേട്ടോ. ഇന്ന് വരെ നമ്മളാരും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ. താങ്കൾ എന്തായാലും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ മാന്യവനായ ആ ഒരു വ്യക്തിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കല്ലേ. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാതിരിക്കും. അതിന് പിന്നിൽ എന്തോ ഒരു സംഭവം നടന്നുണ്ട്. 2 പിന്നീട് പറയുന്നത് ഇപ്പം ജയന്റെ അനുജൻ സോമൻ നായരുടെ മകനാണ് ഞാൻ. അപ്പൊ എത്ര തന്തേ, കറവക്കാൻ ഒരു തന്ത, ജയനൊരു തന്ത, സോമൻ നായരുടെ മകനായി. അങ്ങനെ ഈ മണ്ടന്മാര് കുട്ടികൾ ഇങ്ങനെ ഓരോ രീതിയിലും അപമാനിക്കുമ്പോൾ എനിക്കൊരു ഗുണമുണ്ടതില്.
ഞാനിങ്ങനെ പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലൂടെ അവരുടെ ചാനലിലൂടെ ഇങ്ങനെ അത്രേ ഉള്ളൂ അതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഇതിപ്പോൾ രണ്ടു പറയാൻ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ജയൻ സാറിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ കളറൊക്കെ ഇങ്ങ് വിട്ട് ഒന്ന് ചുക്കി ചുളിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പോലെയൊക്കെ വരും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നമ്മളൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പപ്രായത്താണ്, വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും അച്ഛൻ്റെ അതേ ഛായ തന്നെയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അല്ല മകനല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ശരിക്കും എനിക്ക് മകനാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന വാക്കുകളൊക്കെ കുറച്ച് കൂടുതലാണ്, പക്ഷേ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മ ജീവിച്ചിരിക്കുന്നു, അമ്മ പറയുന്നു ഇദ്ദേഹമാണ് പിന്നെ തൻ്റെ അച്ഛനെന്ന് പറയുന്നു. പക്ഷേ കുറേ ആളുകൾ അദ്ദേഹത്തിനെ സ്ഥിരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അത് അച്ഛൻ്റെ ആളുകളിൽ നിന്നാണ് കൂടുതലും ഇദ്ദേഹത്തിന് മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോയിൽ ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പഴയ വീഡിയോയിലാണ്. അതിൽ ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ സീരിയലിലൊക്കെ ഉള്ളത്, ഇടയ്ക്ക് അമ്പിളി ദേവിയെ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇന്ന് ആ ന്യൂസൊന്നും ഞാൻ കാണുന്നില്ല. ഇടയ്ക്ക് എപ്പോഴോ പണ്ട് കണ്ടതാണ്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലി മോനും മോളൊക്കെ കാണണം, അതുപോലെ നിങ്ങളൊരു ഫോട്ടോ സാറിന്റെ ജയൻ സാറിന്റെ അതേ ഫേസ് കട്ടാണ് അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ജോലിയിലായിരിക്കും, അപ്പം മോളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതും നമ്മളിങ്ങനെ അച്ഛന്റെ ഫോട്ടോസ് ഇങ്ങനെ കൊണ്ട് രണ്ടുപേരുടെയും സെയിം, അവർ രണ്ടുപേരും ഞങ്ങൾ മൂന്നും സെയിമാ, ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തികളുടെ ഇതുണ്ട്. അപ്പം ഈ ഫോട്ടോ തമ്മിൽ മാച്ച് ചെയ്യുന്ന ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇന്നാളൊന്നും പോസ്റ്റ് ചെയ്ത് അത് ഭയങ്കര മറുപടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ വേറൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിനകത്തും ഭയങ്കര ജനങ്ങളുടെ ഭയങ്കര ആകാംക്ഷയാണ്. അത് നമുക്ക് എന്തായാലും ജനങ്ങൾ ഒരുപാട് ആളുകൾ മോളെ ഒന്ന് കാണണം, മോളുടെ ആ സംസാരം ആ ശബ്ദം ഒന്ന് കേൾക്കണം, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത്. മോനും ഉണ്ട്, പക്ഷെ മോൻ രാവിലെ ഫുട്ബോൾ കളിക്കാനായിട്ട് പോയി. അവന്റെ ഫുട്ബോൾ പ്ലെയറാ. അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിനകത്ത് പോകും, രാവിലെ വ്യായാമം കാര്യമായിട്ടൊക്കെ പോകും. മോളുണ്ട്, മോളെ വേണമെങ്കിൽ വിളിക്കും. എൻ്റെ പൊന്നു സഹോദരരെ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മോളെ ഒന്ന് വിളിക്കൂ, മോളുടെ ഒരു ഇതൊക്കെ മോളുടെ ഒരു വർത്തമാനമൊക്കെ കാണണം എന്നൊക്കെ പറയുന്ന ആളുകളെന്ന് പറഞ്ഞാൽ മാറി നിന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. സപ്പോർട്ടാണെന്നൊക്കെ പറയും, അതൊക്കെ പുറമേ പറയും. എന്നിട്ട് മാറി നിന്നിട്ട് ആ കുട്ടിയുടെ കുറ്റങ്ങൾ കൂടി പറഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് കുട്ടിയെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. താങ്കൾക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സിനിമാ നടൻ ജയന്റെ ചെറുമകളെ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. രണ്ട് സെയിം ആണ്, അത് മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ മോളെ ഒന്ന് വിളിക്കാം. അഭിരാമി, വെൽക്കം ടു ദി ഷോ. ഇതാണ് അനശ്വനായ നടൻ ജയന്റെ ചെറുമകള് അഭിരാമി എന്ന് പറയുന്നത്. ഈ മോളുടെ ഫോട്ടോ ആണ് ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് 2ാമത്തെ പ്രാവശ്യം. അപ്പൊ ജനങ്ങളുടെ അഭിപ്രായം ഭയങ്കരമാണ്. കാര്യം രണ്ട് അച്ഛനെ കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ ഞാനത് പറയാൻ വേണ്ടി വരികയാണ്. ഞങ്ങൾ മൂന്നുപേരും സെയിം ആയിട്ടിരിക്കുവാണ്. സെയിം ഫേസ്. മോടെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. അവിടുത്തെ ചോദിക്കാം, എന്തുണ്ട് വിശേഷം? സുഖം. എന്താ ചെയ്യുന്നത്? ഡിഗ്രി അടുത്ത ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കും. എവിടെ പഠിക്കുന്നത്? കൊല്ലത്ത്. പിന്നെ അപ്പൂപ്പന്റെ ഒരുപാട് സിനിമകളുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കണ്ടിട്ടുള്ളത്? ഞാൻ കുറെയൊന്നും കണ്ടിട്ടില്ല, സ്കൂളിലൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, മയക്കുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് എന്തെങ്കിലും കാണുമ്പോഴുള്ള ഫീലൊക്കെ അച്ഛനാണല്ലോ. തടവറ സിനിമ ശരഭഞ്ജനൊക്കെ ഇട്ടിട്ട് കാണിച്ചു. ശരഭഞ്ജൻ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പം ശരഭഞ്ജനും സിനിമയുടെ CD അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവര് കൊച്ചു പിള്ളേരാ, മോന് വളരെ ചെറുതാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഈ DVD ഒക്കെ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ ഈ CD തടവറ പിന്നെ ശരഭഞ്ജനം ഈ CD രണ്ടും മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പിള്ളേരെ ഇരുത്തിയും വെച്ച് ഞാൻ CD ഇട്ടു. CD ഇട്ടിട്ട് നമ്മുടെ അച്ഛന്റെ രംഗപ്രവേശം വന്ന സമയത്തേക്ക് മോൻ അച്ഛനെ പോലെ ഒരാൾ കാണുന്നുണ്ട് ഈ സിനിമ ഇട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ എന്റെ അച്ഛനാ. അച്ഛൻ്റെ അച്ഛൻ സിനിമ നടനായിരുന്നു. ഞാൻ പറഞ്ഞു, അതാ എന്റെ അച്ഛൻ നിന്റെ അപ്പൂപ്പന, ഇതാണ് നടൻ ചെയ്യുന്ന പറഞ്ഞു. അവൻ അന്നേരം മുതൽ ഇങ്ങോട്ട് ഇപ്പൊ ഈ കുതിരയ്ക്ക് എണ്ണ ഇടുന്ന ഒരു സീൻ, ആ സീൻ ഇങ്ങോട്ട് വന്നോണ്ട് ഇയാള്
പോയിട്ട് പെട്ടെന്ന് ഉടുപ്പൊക്കെ കൊണ്ട് ഊരി കളഞ്ഞ് നിക്കറൊക്കെ കൊണ്ട് കുറെ വെളിച്ചെണ്ണ എടുത്ത് ദേഹത്തിട്ടിട്ട് അവിടെ അപ്പുറത്തെ വീട്ടിലെ വാടക താമസിക്കുന്ന അവിടെ മതിലിൽ പോയി ഇങ്ങനെ എണ്ണ അടിച്ച് ചിരിച്ചിരിച്ചിരിച്ച് എൻ്റെ പിന്നെ കുറെ നാളത്തേക്ക് എനിക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം വന്നില്ല. അവന് കുതിര വേണം. തടവറ സിനിമ കണ്ടപ്പോ അവന് കുതിര വേണം. ഇവൻ മാവിന്റെ മണ്ടയിലെ കുപ്പി കയറിയിട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നോണ്ട് ഇങ്ങനെ ആക്ഷൻ. അപ്പൊ ഇവളെ കെട്ടിക്ക് 1,00,000 രൂപ കൊടുത്താൽ പോലെ ഒരു കുതിരയെ കിട്ടത്തില്ലേ. അച്ഛൻ എനിക്കൊരു കുതിരയെ മേടിച്ച് എനിക്ക് കുതിരയ്ക്ക് എണ്ണ ഇടണം. അവനങ്ങ് ഭയങ്കര തകർച്ചയായിരുന്നു കുറെ നാളത്തേക്ക്. അപ്പൊ അവൻ പോലും ഇത്രേ ഉള്ളൂ, കുഞ്ഞു പയ്യൻ. എനിക്കൊന്ന് എത്ര 3-4 പഠിക്കുക. അവൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ സിനിമ കണ്ടിട്ട് അവൻ അപ്പഴേ വിളിച്ചു പറഞ്ഞു, അച്ഛനെ പോലെ ഒരു ആട് താനിക്കും. അപ്പൊ അവർക്ക് പോലും, ആ പൊടി പിള്ളേർക്ക് പോലും എന്നെ കണ്ടിട്ട് ഇത് ഇന്ന ആളിന്റെ രൂപം അല്ലെങ്കിൽ ഇന്ന ആളിനെ ഇവിടെ പൂത്തോളം പോകുന്നവർക്ക് മനസ്സിലാകും. ജീവന്മാര് ജീവിക്കട്ടെ, നമ്മളെ വിട്ട് ജീവിക്കട്ടെ. അഭിരാമി, അപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ അച്ഛനെ വളരെ മോശമായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതുപോലെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒക്കെ കാണാറില്ലേ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അച്ഛൻ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഉള്ള മോളുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, ഇതിനോട് പ്രതികാരം ഉണ്ടോ, എങ്ങനെയാണ് വിഷമം? നമ്മളിപ്പോ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും പോസിറ്റീവ് സൈഡ് കാണും, നെഗറ്റീവ് സൈഡ് കാണും. അപ്പൊ നമ്മൾ അതിന് പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക. നെഗറ്റീവ് സൈഡ് നോക്കാതിരുന്നാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരുത്തില്ല. അച്ഛനിപ്പോ നെഗറ്റീവ് ഇത് കാണുമ്പോൾ ഉറപ്പായിട്ട് ആരായാലും വിഷമിക്കാം. അത് എല്ലാവരും ഇതല്ലേ. പണ്ട് ആരോ പറഞ്ഞ മാതിരി നമ്മൾ പോകുന്ന വഴിയിൽ പട്ടികൾ പലരും കുരക്കും അല്ലേ, അതിനെ കല്ലെറിയാൻ നിന്ന നമ്മുടെ സമയം പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ അഭിരാമി നല്ലൊരു കലാകാരിയാണെന്ന് അച്ഛൻ എപ്പോഴും പറയാം. ഡാൻസറാണ്, ഡാൻസൊക്കെ പഠിച്ച് 3-ാം മാസം ഒരു കഥ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അത് ഈ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുന്ന മാസ്റ്റർമാര് ശരിയല്ല. ഡാൻസ് പഠിപ്പിക്കാൻ കൊച്ചിലേ വിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് കലാകാരിയൊക്കെ നല്ല ലേഡീസിന് ആവശ്യം വ്യായാമമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു മൈൻഡ് ഒക്കെ ലേഡീസിന് കിട്ടും, ഏത് ലേഡീസായാലും. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു മനസ്സരുമ്പോ അവരുടെ കുടുംബജീവിതമൊക്കെ പ്രയോജനപ്പെടും, നല്ലതായിട്ട് പോകും. ഉറപ്പുള്ള മനസ്സാണ് ആവശ്യം. അപ്പോൾ കുടുംബജീവിതം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ ഡാൻസിന് വിട്ടു. അപ്പൊ ഡാൻസിന് വിട്ടപ്പോൾ പുള്ളിക്കാരൻ വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഉടനെ അരങ്ങേറ്റം നടത്തണം. അതെന്ത് ചടങ്ങാ, പുള്ളിയെ കുറിച്ച് 3 മാസമല്ലേ ആയാലും, ഒന്നും ആയില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ അന്ന് കണ്ട് 50,000 രൂപ. അയ്യോ, അന്ന് 50 രൂപ എടുക്കാൻ ഭയങ്കര പാടുള്ള 1 വർഷം മുമ്പാ. 21 വയസ്സായി. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ടോ, അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ നിർന്നു. ഓക്കെ വിരം, എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ബ്രദർ കളിക്കാൻ പോയേക്കാണല്ലോ. നമുക്ക് നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ബ്രദറിനെ നമുക്ക് പ്രേക്ഷകരിൽ ഏറ്റവും നമ്പർ 1 വിൽപ്പന പ്രോഡക്റ്റ് ആണ് ജയനും ജയന്റെ മകനും. ജയൻ എന്ന് പറഞ്ഞ വ്യക്തി രാത്രിയിൽ ഉടുത്തിട്ട് കടന്ന കൈലി പിറ്റേന്ന് രാവിലെ കഴിവെടുത്തിട്ടപ്പം എന്റെ അമ്മയാണ് ചിലപ്പോൾ എടുത്ത് ഉടുത്തുകയാണ്. അങ്ങനെ ഞാൻ ഗർഭമായിരിക്കുക. അച്ഛനിപ്പോ നെഗറ്റീവ് ഇത് കാണുമ്പോൾ എന്താ പറയുന്നതല്ലേ. ശരിക്കും സ്വന്തം അച്ഛൻ്റെ പേര് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർക്കായാലും വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം കുറേ കാലമായിട്ട് ഇങ്ങനെ പോരടിച്ചു കൊണ്ടേയിരിക്കുകയാണ് തൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ കുറേ പേര് വന്നിട്ട് അല്ല എന്ന് പറയും. ഇത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ആരെ സംബന്ധിച്ചിടത്തോളം ആയാലും നല്ല വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മനുഷ്യനെ, ആ ജയൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മഹാനടനെ ഒഴിച്ചെടുത്ത് വച്ചിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഒരു വട്ടം കാണുന്നവർക്കും മനസ്സിലാവും ഇദ്ദേഹം ആരുടെ മകനാണ് എന്നുള്ളൊരു ഏകദേശ രൂപം എല്ലാവർക്കും മനസ്സിലാവുന്നത് കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു സഹോദര, എല്ലായിടത്തും ഉണ്ട്, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിൽ നെഗറ്റീവുകളൊക്കെ കളഞ്ഞേക്കുക, പോസിറ്റീവ് മാത്രം ഉൾക്കൊള്ളുക. നല്ലൊരു കുടുംബം ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതിന് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.